കേരളത്തിലെ ജനം വോട്ട് ചെയ്തത് നിലവിലുള്ള ഭരണം മാറാനും അവർ പ്രതീക്ഷയോടെ കാണുന്ന പുതിയൊരു ഭരണം കേരളത്തിൽ വരാനും വേണ്ടി മാത്രമാണ്. കേരളത്തിലെ ജനം വോട്ട് ചെയ്തത് കോൺഗ്രസ് ഹൈക്കമാൻഡിനല്ല വോട്ട് ചെയ്തത്. കോൺഗ്രസ് ഹൈക്കമാൻഡിലുള്ള സോണിയാഗാന്ധി ആട്ടെ, പ്രിയങ്ക ഗാന്ധി ആട്ടെ, രാഹുൽ ഗാന്ധി ആട്ടെ, ഖാർഗേജി ആട്ടെ, ഇവർക്കാരും കേരളത്തിൽ വോട്ടില്ല. പിന്നെ പോയിട്ട് ഇവർ കേരളത്തിലെ വോട്ട് മേടിച്ച് പാർലമെൻറ്റിൽ പോകാൻ കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതെന്താണ് ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ, കേരളത്തിലെ ജനത്തിൻ്റെ പൊതുവികാരമുണ്ട്. ഇന്ന് അതിനെ മനസ്സിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. അവരത് മനസ്സിലാക്കാതെ അവർ സ്വന്തം നിലയിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ആട്ടെ, അവർക്ക് അനുകൂലമായൊരു തീരുമാനം എടുത്തുകൊണ്ട് അവരെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അവരോധിക്കാനുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പം അതിനെതിരെയാണ് വലിയൊരു ജനരോഷം തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരാൾ പോലും കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയായി വരും എന്ന് കണ്ടോ അത് വിശ്വസിച്ചോ വോട്ട് ചെയ്തവരല്ല. അതിൻ്റെ കാരണം നമ്മൾ കാര്യങ്ങളെ വസ്തുതാപരമായിട്ട് കാണാമല്ലോ. അതിൻ്റെ കാരണം ഇവിടെ കോൺഗ്രസിൻ്റെ തന്നെ 90 മേളിൽ ആൾക്കാർ MLA സ്ഥാനത്തേക്ക് മത്സരിച്ചു. മത്സരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഒരു കാര്യം പറഞ്ഞു: MP മാർ മത്സരിക്കേണ്ടതില്ല, കെ സി വേണുഗോപാൽ MP ആണ്, അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ല. പിന്നെ മത്സരിച്ച 90 മേളിലുള്ള കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചവർക്ക് അതിൽ കെ സി വേണുഗോപാൽ ഇല്ല. അപ്പോൾ കേരളത്തിലെ ജനം കൃത്യമായി വോട്ട് ചെയ്തത് കെ സി വേണുഗോപാൽ എന്നൊരു വ്യക്തി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരും എന്ന് വിചാരിച്ചിട്ടല്ല. പിന്നെ ഈ മത്സരിച്ചതിലാരെങ്കിലും ഒരാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന് വിചാരിച്ചും വിശ്വസിച്ചും മാത്രമാണ് കേരളത്തിലുള്ള ജനങ്ങൾ വോട്ട് ചെയ്തത്. അപ്പം ഒരിക്കലും കേരളത്തിൻ്റെ ജനവികാരം കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്നുള്ളതല്ല. ഈ മത്സരിച്ച് ജയിച്ചതിൽ ഒരാൾ മുഖ്യമന്ത്രിയാകും എന്നുള്ളതാണ് എന്തൊക്കെയാണേലും കേരളത്തിൻ്റെ പൊതുവികാരം. ഇത് മനസ്സിലാക്കി ഉചിതമായ തീരുമാനം എടുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെയ്യേണ്ടത്. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം കേരളത്തിലെ ജനഹിതത്തിനെതിരായാൽ ഈ കേരളത്തിലെ ജനം കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് തന്നെ അതൃപ്തിയും അമർഷവും രേഖപ്പെടുത്തും. അവരുടെ ഈ അതൃപ്തിയും അമർഷവും അവർ രേഖപ്പെടുത്തുന്നത് തെരുവിലും വഴിയിലും ഒന്നുമല്ല. ഇനി അടുത്ത ഇലക്ഷൻ എപ്പോഴാണ് അവർക്ക് അവസരം കിട്ടുന്നത് അപ്പോഴാണ്. അതാണല്ലോ ഇപ്പം ഈ ഇലക്ഷനിൽ സംഭവിച്ചതും കണ്ടതും. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം പലപ്പോഴും തെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നിപ്പം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് വളരെ വിരലിലെണ്ണാവുന്ന സ്റ്റേറ്റുകളിൽ മാത്രം കോൺഗ്രസ് ഭരണത്തിലേക്ക് ഒതുങ്ങിപ്പോയതിൻ്റെ കാരണം അതുകൊണ്ടാണല്ലോ. അതല്ലാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ജനഹിതത്തിനും അനുസരിച്ചുള്ളതും ശരിയായ തീരുമാനങ്ങളുമായിരുന്നുവെങ്കിൽ ഇന്ന് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമായിരുന്നല്ലോ. അപ്പോൾ 10 വർഷത്തിന് ശേഷം ഇത്രയും വലിയൊരു മാൻഡേറ്റ് ചരിത്രത്തിലില്ലാത്ത പോലെ കേരള സംസ്ഥാനം നൽകിയപ്പോൾ അത് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾ എന്ത് തീരുമാനമെടുത്താലും ഈ ജനം അത് അംഗീകരിച്ചോളും എന്ന് വിശ്വസിച്ചാൽ നാളെ അതിനുള്ള തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ആരൊക്കെ ജനവികാരത്തിനെതിരെ നിന്നിട്ടുണ്ടോ അവരെയൊക്കെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ജനം ശിക്ഷിക്കുകയും അവരെ മൂലക്കിരുത്തുകയും ചെയ്തു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് അവലോകനം ചെയ്താൽ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഒരുപാട് അകന്നു പോകുന്ന കേരളത്തിൻ്റെ തന്നെ യുവതലമുറ VD സതീശൻ എന്ന വ്യക്തിയുടെ, പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളും പ്രവൃത്തിയും അതോടൊപ്പം ആ വ്യക്തിയുടെ നിലപാടുകളും മുന്നോട്ടുള്ള കേരളത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടുകളും ഒക്കെ ആകൃഷ്ടരായി. അതെല്ലാം കൂടി യോജിച്ചപ്പോഴാണ് ഇത്രയും വലിയ മഹാവിജയം ഉണ്ടായത്. ഇങ്ങനെ ഒരു ചരിത്ര വിജയം സമ്മാനിച്ച് ഈ കേരള ജനത്തിന് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യണ്ടായിരുന്നു എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങളെ മാറ്റാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനും അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന നേതൃത്വത്തിനും സാധിച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ കണ്ട് ഇവിടെ കേരളത്തിലെ ജനത്തിൻ്റെ മുന്നിൽ വലിയൊരു നീതി നിഷേധം നടക്കുന്നുണ്ട്.
അതാണ് അവർ കാണുന്നത്. ഇവിടെ ആത്മാർത്ഥമായി കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായി പണിയെടുത്തവനെ മൂലക്കിരുത്തി അവഗണിച്ചുകൊണ്ട് മറ്റ് പലരും അദ്ദേഹത്തിന് മേളിലൂടെ നൂലിൽ കെട്ടി ഇറങ്ങാനുള്ള ഒരു ശ്രമം കൃത്യമായി നടക്കുന്നത് മനസ്സിലാക്കി ആ ഒരു മര്യാദകേടിന് ടോളറേറ്റ് ചെയ്യാൻ ഇന്ന് പലർക്കും സാധിക്കാത്തത് കൊണ്ടാണ് ഇത്രമേൽ വലിയ പ്രതികരണം ഉണ്ടാകുന്നത്. ഞാൻ തന്നെ സംസാരിച്ച കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അനുഭാവികളും മാത്രമല്ല, അല്ലാത്ത CPM-ൻ്റെ അനുഭാവികളും ഇതിനോടൊന്നും അനുഭാവം ഇല്ലാത്തവരുമായവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്: ED സതീശനാണ് ഇതിന് യോഗ്യൻ. കേസ് വേണുഗോപാലല്ല. അദ്ദേഹത്തിനോട് വ്യക്തിപരമായി പിണക്കവും വൈരാഗ്യവും ഒന്നും ആർക്കും ഇല്ല, അത് സത്യം. പക്ഷേ ഇപ്പം അതൊരു വലിയ അദ്ദേഹത്തോടൊരു ശത്രുതയായി മാറി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളവരുടെ ഓരോരുത്തരുടെയും നേരിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്നും. നമ്മളിപ്പോൾ ഒരു 10 പേരോട് സംസാരിച്ചാൽ 10 പേര് ഒരേ സ്വരത്തിലാണ് ആ കാര്യം പറയുന്നത്. അതും അദ്ദേഹം എവിടെ നിന്നാലും തോപ്പിക്കണമെന്നുള്ള രീതിയിലാണ് ഓരോരുത്തരും ഇങ്ങോട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓരോ തരത്തിലുള്ള വികാരപ്രകടനങ്ങളും അതിൻ്റെ ഭാഗമാണ്. പിന്നെ പൊതുഖജനാവിലെ പണം മുടക്കി കൂടെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരു ജനതയും ആഗ്രഹിക്കുന്നില്ല. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഉള്ള തെരഞ്ഞെടുപ്പല്ലാതെ അനാവശ്യമായി ഉണ്ടാക്കുന്ന, ഓരോരുത്തർക്ക് അധികാരം ലഭിക്കുന്നതിന് വേണ്ടി അനാവശ്യമായി ഉണ്ടാക്കിയെടുക്കുന്നതായ അത് കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്നും പണം എടുത്തുകൊണ്ട് ചെയ്യുന്ന, പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി വീണ്ടും അനാവശ്യമായ ഇലക്ഷൻ, ആർക്കൊക്കെയോ അധികാരം കിട്ടുന്നതിന് വേണ്ടി യോഗ്യരായവരെ മാറ്റി നിർത്തി അനർഹരായവരെ കയറ്റിയിരുത്തിയിട്ട് ജനം വന്ന് വോട്ട് ചെയ്യണം. ഇത്രയും സാമ്പത്തിക ബാധ്യത അവരുടെ നികുതി പണത്തിന്മേൽ ഉണ്ടാകുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ 93 മേളിൽ കോൺഗ്രസ് MLA-മാർ തന്നെ മത്സരിച്ചിട്ട് 63 പേര് ജയിച്ചെങ്കിൽ അതിലൊരാളെ എടുക്കാനില്ലാതെ പുറത്തുനിന്ന് ഒരാൾ പറന്നിറങ്ങേണ്ട ആവശ്യമില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരിനി ആലപ്പുഴയിലെ ഒരു ഇലക്ഷനും അതിനുശേഷം ഇപ്പം നിലവിൽ ഇലക്ഷനിലൂടെ മത്സരിച്ച് ജയിച്ച ഒരു MLA രാജിവെച്ചിട്ട് ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വന്ന് അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ട ബാധ്യതയൊന്നും കേരളത്തിലെ ജനത്തിനില്ല. അതാണ് ഈ പറയുന്ന പൊതുവികാരമായിട്ട് ഓരോരുത്തരോട് നേരിട്ട് സംസാരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലും നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പലരോട് സംസാരിക്കുമ്പോഴുള്ള പൊതുവികാരത്തിൻ്റെ ഭാഗമായിട്ടൊരു 100% ആൾക്കാർ ആരുടെ സംശയം അവരെല്ലാം പറയുന്നത് KC വേണുഗോപാൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ വന്നാൽ അദ്ദേഹത്തെ തോൽപ്പിക്കണം എന്നാണ്. അതിശക്തമായ ഒരു വികാരമാണ് എല്ലാവരും പറയുന്നത്. അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് വലിയൊരു പൊസിഷനിൽ ഇരിക്കുകയും പാർലമെൻറ്റിലൊക്കെയും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അദ്ദേഹത്തോട് ഈ ജനത്തിന് ഇത്രമേൽ വെറുപ്പ് തോന്നേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം ഇതേവരെ അങ്ങനെ ഒരു വെറുപ്പുള്ളതായിട്ട് നമ്മുടെ ആരുടെയും ശ്രദ്ധപ്പെട്ടിട്ടുമില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ അത് വളരെ പ്രകടമായി കാണുന്നു. ഇതിനൊക്കെ അപ്പുറം MP-മാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ട് തന്നെ MP ആയ KC വേണുഗോപാൽ ഈ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുക. മറ്റൊരു 2 പേരാണല്ലോ ഇപ്പോൾ നിലവിൽ ക്ലെയിമായിട്ട് വന്നിരിക്കുന്നത്, VD രമേശ് ചെന്നിത്തല. അവരെയായിട്ട് ഈ പ്രശ്നം ഞങ്ങൾ സെറ്റിൽ ചെയ്തോളാം എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു നിലപാടെടുത്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ. അതുവഴി ഹൈക്കമാൻഡിനും കോൺഗ്രസിനും അവരുടെ മുഖം മിനുക്കി നല്ലൊരു ഭരണം കേരള ജനതയ്ക്ക് കാഴ്ചവെച്ച് അടുത്ത 5 വർഷം, ഈ 5 വർഷം എന്തായാലും കിട്ടി കോൺഗ്രസ്സിന്. ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരു ഇലക്ഷൻ ഇനിയും ഉണ്ടാവും തീർച്ചയായിട്ടും. ആ ഇലക്ഷനിൽ വീണ്ടും ഒരു തുടർഭരണം കൂടെ പിടിക്കാൻ പരുവത്തിൽ ഈ ടീമിനെ മുന്നോട്ട് സജ്ജരാക്കി മുന്നോട്ട് വിടുക, അതിനൊരു അനുവാദം കൊടുക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെയ്യേണ്ടത്. അതിന് വിരുദ്ധമായി ചെയ്യുന്നത് എന്തും ഈ പ്രസ്ഥാനത്തിൻ്റെ നാശത്തിന് കാരണമായി തീരും. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.